അപ്പോൾ രാവിലെ നിർബന്ധമായിട്ട് 1 മണിക്കൂർ ഞാൻ ഇതിൽ കയറി പരിചരിക്കും. ഞാനിപ്പോൾ ഒരു 3 മാസത്തിൻ്റെ അടുത്തായി റംസാൻ കാലത്താണ് ഒരു 200 ഗ്രാം മുളക് വാങ്ങിയത്. പണിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് വേണ്ടി ചെല്ലും. അത് വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക്. നമുക്ക് സുപരിചിതമാണ് ടെറസ് ഫാമിംഗ്. വളരെ വലിയ രീതിയിലുള്ള വരുമാനത്തിനല്ല ഒരിക്കലും നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസുകൾ കൃഷിക്കായി ഉപയോഗിക്കാറുള്ളത്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും അതുപോലെ ഫലവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ ടെറസിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരിക്കും നമുക്ക് ഒട്ടുമിക്ക ആളുകളുടെ ലക്ഷ്യം. അങ്ങനെ ഒരു സ്ഥലമാണ്, ഒരു കൃഷിയിടമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. വെള്ളമുണ്ടയിലെ സിറാജ് കെയുടെ കൃഷിയിടം. ഇദ്ദേഹത്തിൻ്റെ ഈ മട്ടുപ്പാവിൽ പലവിധങ്ങളായ പഴവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ പച്ചക്കറികളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം ഇന്നത്തെ എപ്പിസോഡിൽ. നമ്മുടെ ഉള്ളിൽ പ്രകൃതിയോട് അടുപ്പമുള്ള ഒരു കൃഷിക്കാരനെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ സ്ഥലമില്ല, മണ്ണില്ല, സമയമില്ല എന്ന പരാതികൾ ആ സ്വപ്നത്തിന് പലപ്പോഴും വിലങ്ങിടാറുണ്ട്. എന്നാൽ വയനാട് വെള്ളമുണ്ടയിലെ സിറാജിന്റെ മട്ടുപ്പാവ് ഈ പരാതികൾക്കെല്ലാം ഒരു മറുപടിയാണ്. ഒരു കുഞ്ഞു ടെറസിൽ 50ഓളം ഇനം ചെടികൾ ഹരിതാഭമായി വിടർന്നു നിൽക്കുന്നു. മാവും പ്ലാവും വഴുതനയും പച്ചമുളകും. ഈ മട്ടുപ്പാവ് ഒരു കൊച്ചു കൃഷിയിടമാണ്. അതായിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ കുറച്ച് നട്ടു. ഗ്രോ ബാഗിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം പെട്ടെന്ന് കായ്ക്കാനും വളരാനും ഒക്കെ ഒരു ടെൻഡൻസി അതിൽ കണ്ടു തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മളത് ചെറിയ പോട്ട്, സിമെൻറ്റ് പോട്ട്, അതേപോലെ പ്ലാസ്റ്റിക് പോട്ടിലൊക്കെ പിന്നീട് അത് നമ്മൾ നടാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം വലിയ പോട്ടുകളിലാക്കി ഒരു 16 ഇഞ്ച് 18 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് മാറ്റിയപ്പം കൂടുതൽ ഗ്രോത്തും അതേപോലെ കൂടുതൽ കായ്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. വേര് അതിൽ നിറയുകയും അപ്പോൾ കായ്ക്കാനുള്ള ടെൻഡൻസി കൂടുന്നതായി കണ്ട് അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ വലിയ ചെടികളൊക്കെ 4-5 വർഷമൊക്കെ ആയിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ വലിയ ഡ്രമ്മിലേക്ക് മാറ്റാൻ തുടങ്ങി. ഈ ആക്രി കടകളിൽ നിന്നും അതേപോലെ അല്ലാത്ത കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള വലിയ ഡ്രമ്മുകളിൽ 110 ലിറ്ററിൻ്റെ ഡ്രമ്മിലേക്ക് നമ്മളിത് മാറ്റി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ആദ്യം ചെറിയതായിട്ട് പിന്നെ വലിയ തൈയാകുന്നതനുസരിച്ച് വലിയ ഡ്രമ്മിലേക്ക് മാറ്റുന്ന ഒരു പതിവ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ വിത്തിനങ്ങളല്ല ഇങ്ങനത്തെ പോട്ടിൽ നടാൻ അനുയോജ്യം. ഇത് ലെയറിങ്ങോ അല്ലെങ്കിൽ ബെഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ആയിട്ടുള്ള തൈകളാകുമ്പോൾ കൂടുതലും നന്നായി കിട്ടും. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മണ്ണും അതേപോലെ വളവും പിന്നെ മണ്ണ്, ചാണകം, അതേപോലെ പിന്നെ ഈ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് മിക്സാക്കിയിട്ടുള്ള ഒരു പോട്ടിംഗ് മിശ്രിതമാണ് നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളൊരു 3 മാസം കൂടുമ്പോഴൊക്കെ ഈ വളങ്ങൾ വീണ്ടും ചെയ്തു കൊടുക്കും. അതേപോലെ നല്ല രീതിയിലുള്ള നനവ് കൊടുക്കണം. അതേപോലെ സൂര്യപ്രകാശം ഒട്ടുമിക്ക ചെടികൾക്കൊരു 90% ചെടികൾക്കും പിന്നെ ഈ സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണം. മറ്റ് കുറഞ്ഞ ചെടികൾക്കാണ് സൂര്യപ്രകാശം കുറവ് വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടുള്ള 5-8 മണിക്കൂറോളം ഇത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താകുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. ഇതിപ്പോൾ ഞാനിതിലൊരു മടുപ്പ് വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നട്ട ചെടികളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കായ്കൾ കിട്ടുന്നുണ്ട്. കൂടുതലായിട്ടുണ്ടാവില്ല, നമ്മൾ മണ്ണിൽ നടുന്ന അത്രയും വരില്ല, എന്നാലും അതൊക്കെ ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കായ്കളും ഒക്കെ അതിലുണ്ടാകുന്നുണ്ട്. അതാണ് ഈ കൂടുതൽ ഇതിൽ നിൽക്കാൻ കാരണം. മാവ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10-20ഓളം സൈസ് മാവുകളുണ്ട്. അതിലിപ്പോൾ ചന്ദ്രക്കാരനുണ്ട്, മൂവാണ്ടനുണ്ട്, പിന്നെ പ്രിയൂരുണ്ട്, തായ്ലൻഡ് ഓൾ സീസൺ ഉണ്ട്, സേലമുണ്ട്, നാസി പസന്ത് ഉണ്ട്, പിന്നെ കാലാപ്പാടിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സൈസുകൾ മാവുകളുണ്ട്. പിന്നെ പേരക്ക വെറൈറ്റി ആണെങ്കിൽ പിന്നെ ഒരു 11ഓളം സൈസ് പേരക്ക വെറൈറ്റികളുണ്ട്. വെരിഗേറ്റഡ് പേരുണ്ട്, സ്ട്രോബെറി പേരുണ്ട്, പിന്നെ VNR ഗുവുണ്ട്, അതേപോലെ തായ്വാൻ പിങ്ക് പേരുണ്ട്, ജപ്പാൻ പേരുണ്ട്. അങ്ങനെ ഒരു 10-11ഓളം സൈസ് പേരക്ക ഇവിടെ ഉണ്ട്. അതിൽ ഒരു 6-7 ഇപ്പം കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മറ്റ് ചെടികളാണെങ്കിൽ ഇപ്പോൾ ചാമ്പക്ക ഇനത്തിലൊരു 2-3 സൈസ് ചാമ്പക്ക ഉണ്ട്, തായ്ലൻഡ് ചാമ്പക്ക ഉണ്ട്, അതേപോലെ
ഈ ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞൊരു ചാമ്പയുണ്ട്, പിന്നെ തായ്വ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് ചാമ്പകളുണ്ട്. അതിൽ 4-5 സൈസ് ഇവിടെ ഉണ്ട്. അതിൽ 2 കായ്ക്കുന്നുണ്ട്. സിറാജ് ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു പൊതുപ്രവർത്തകനും പെയിന്റിംഗ് തൊഴിലാളിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃഷിയോടുള്ള അഭിനിവേശം അസാധാരണമാണ്. കോവിഡ് കാലത്താണ് സിറാജ് തൻ്റെ മട്ടുപ്പാവിൽ കൃഷി തുടങ്ങിയത്. സ്ഥലക്കുറവോ സമയക്കുറവോ ഒരിക്കലും അദ്ദേഹത്തെ തടഞ്ഞില്ല. വലിയ ബാരലുകളിലും ചെടിച്ചട്ടികളിലും അദ്ദേഹം തൻ്റെ സ്വപ്നം വളർത്തിയെടുത്തു. ടെറസ് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൊറോണ സമയത്താണ് എല്ലാവരും ആ ഒരു സമയത്ത് വെറുതെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷമാണ് അതിനോടൊരു മൂടായത്. പിന്നെ ആദ്യമായി ചെടികളോടൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ ഈ ഫ്രൂട്ട് തൈയൊക്കെ നടാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ അത് കൂടുതൽ നട്ടില്ല. പിന്നെയാണൊരു ചെറിയൊരു 6 സെൻറ്റ് സ്ഥലമേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലത്ത് ഒതുങ്ങുന്ന ഒരു രീതിയിലുള്ള സെറ്റപ്പ് അങ്ങനെ ടെറസിൽ ഉണ്ടാക്കിയാലോ എന്നുള്ള വന്നത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ ചട്ടികളും പിന്നെ ഡ്രമ്മുകളും ചെറിയ പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ തുടങ്ങുക ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെടികളൊക്കെ പലതും ചെറുതും വലുതുമായിട്ട് കൃഷിഭവനിന്നും അതേപോലെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഇത്രയായി. ഇപ്പോൾ ഒരു 50ഓളം ചെടികൾ ഇവിടെ ഉണ്ട്, 50 വെറൈറ്റീസ്. അതിൽ തന്നെ ഒരു 10-35ഓളം സൈസുകൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മട്ടുപ്പാവ് ഒരു വീടിൻ്റെ പച്ചക്കറി ആവശ്യങ്ങൾ മാത്രമല്ല, ഫലവർഗങ്ങളും നൽകുന്നുണ്ട്. മാമ്പഴം, പ്ലാവ്, അമ്പഴം ഇവയെല്ലാം ഇവിടെ 100 മേനി വിളവെടുക്കുന്നു. പിന്നെ നമ്മളെ വിദേശ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ അബിയോ മരാണിത്. ഇത് ഒരു ഓസ്ട്രേലിയൻ ഫ്രൂട്ട്സാണ്. അതേപോലെ ജബോട്ടിക്കാബ, മരമുന്തിരി എന്ന് പറഞ്ഞാൽ ജബോട്ടിക്കാബ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സ്ട്രോബെറി, പേരക്ക, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, അതേപോലെ പിന്നെ സീറ്റമ്പഴം, പിന്നെ അനാറ്, പേരക്ക ഐറ്റംസുകൾ, പിന്നെ മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെയുള്ള ഒട്ടുമിക്ക ചെടികൾ ഒരു 10-60-50ഓളം സൈസുകളുണ്ട്. അതിൽ തന്നെ കൂടുതൽ കുറേ ഐറ്റംസ് കൂടുതലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശേഖരിച്ച് വരുന്നത്. സിറാജിൻ്റെ കൃഷിരീതി ലളിതമാണ്. ജൈവവളം, ശ്രദ്ധയോടെയുള്ള പരിചരണം, പ്രകൃതിയോടുള്ള സ്നേഹം. ഓരോ ചെടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ്. പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുളക് അത്യാവശ്യം അങ്ങനെ ഉണ്ടാക്കുന്നത്, മുളക്, തക്കാളി, ഇതൊക്കെ നമുക്ക് നമ്മളാവശ്യം കഴിച്ചിട്ട് കുറച്ചായാലും ഒക്കെ കൊടുക്കാനുണ്ടാവും. പിന്നെ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇതിലിങ്ങനെ ഉണ്ടാകുന്ന പഴങ്ങൾ ഇവിടെ വരുന്നവരെ കഴിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും അത് ഉണ്ടാകുന്ന പഴങ്ങൾ കുറച്ചാണെങ്കിലും 1-2 ആണെങ്കിലും ആരെങ്കിലും വരുമ്പോൾ അവർ കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷമാണ്. പിന്നെ അതേപോലെ കൂടുതൽ കൊടുക്കാനൊന്നും ഇവിടെ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. മരങ്ങളൊക്കെ പ്രൂൺ ചെയ്ത് കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം വലിയ കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ 16 ഇഞ്ച് പോട്ട്, 18 ഇഞ്ച് പോട്ടിലൊക്കെയാണുള്ളത്. അതേപോലെ ഡ്രമ്മിലും ഒക്കെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് ആവുന്നതനുസരിച്ച് എല്ലാവരെയും നമ്മളെ സുഹൃത്തുക്കളൊക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കലുണ്ട്. ഇവിടെ എല്ലാ സമയത്ത് ഉണ്ടാവുന്നത് കൂടുതലായിട്ട് ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. തൈകളിപ്പോൾ നമ്മൾ അംഗീകൃത നല്ല നഴ്സറികളിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് നല്ല തൈ കിട്ടും. അതേപോലെ കൃഷിഭവനിൽ അത്യാവശ്യം ചെറിയ തൈകൾ കിട്ടും. കൃഷിഭവനിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെങ്കിൽ ചെറിയ തൈയിലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുക. 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗ്രോ ബാഗ് മാറ്റി അതിലും വലിയ ഗ്രോ ബാഗിലേക്കാണ്. അതിനുശേഷം പോട്ടിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ വെച്ചാൽ നമുക്കിപ്പോൾ കൃഷിഭവനിൽ നിന്നൊക്കെ ഒരു 1.5 വർഷം മുമ്പ് വാങ്ങിയ പേരക്കയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. 2 ഐറ്റംസ് പേരക്കയുണ്ട്. അതേപോലെ അനാറ് പൂത്ത് നിൽക്കുന്നുണ്ട്.
അധികം ആളുകളും കൃഷിഭവനിൽ നിന്നൊക്കെ ഒരു സാധനം വാങ്ങിയാലേ അവിടെ കൊണ്ടുപോയി വെക്കും, പിന്നെ അത് പരിചരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പരിചരിച്ചാൽ എന്താവും, അത് നമുക്ക് കായ്കൾ തരും. അതേപോലെ നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ നിന്നാണ് ചെടി വാങ്ങുന്നതെങ്കിൽ നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങും, അംഗീകൃത. ഈ ഫേക്ക് ചെടികളുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നല്ല ചെടികൾ വാങ്ങി പിന്നെ ഹോം ഗ്രൗണ്ട് പോലത്തെ കമ്പനീൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് നല്ല ചെടികൾ കിട്ടും. അത് ലെയറിങ് ആയാലും ബെഡിങ് ആയാലും ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആയാലും നല്ല ചെടികൾ വാങ്ങും. സുരാജിൻ്റെ കൃഷി ഒരു കുടുംബ പ്രവർത്തനവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഈ പച്ചപ്പിൻ്റെ ഭാഗമാണ്. ചെടികൾ നനയ്ക്കാനും വിളവെടുക്കാനും അവർ ഒപ്പമുണ്ട്. കൃഷിക്ക് ഞാൻ മെയിനായിട്ട് പണിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പെയിൻറ്റിങ് ജോലിയാണ്, വീടുകൾ പെയിൻറ്റ് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ രാവിലെ നിർബന്ധമായിട്ട് 1 മണിക്കൂർ ഞാൻ ഇതിൽ കയറി പരിചരിക്കും. അതേപോലെ വൈകുന്നേരം വന്നിട്ടായാലും പണി കയറി വന്നിട്ടുള്ള 1 മണിക്കൂർ 1.5 മണിക്കൂർ, പിന്നെ രാത്രിയൊക്കെ ചില സമയത്ത് നനക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയായാലും ഒരു ദിവസത്തിൽ നമ്മുടെ 2 വട്ടം കയറാതിരിക്കൂല, ഏത് ദിവസമായാലും. പിന്നെ ബാക്കി നമുക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഈ മണ്ണ് നിറക്കാനും താഴെ നിന്ന് മണ്ണിങ്ങോട്ട് കൊണ്ടുവരാനും വളം വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഫാമിലീൻ്റെ ഫുള്ള് സപ്പോർട്ടാണ്. അവരെല്ലാവരും എല്ലാത്തിനും, മോളും 2 മക്കളും അതേപോലെ വൈഫും ഉമ്മയൊക്കെ ഇതിനു വേണ്ടി സജീവമായിട്ട് പിന്നെ എന്നോടൊപ്പം നിൽക്കാറുണ്ട്. പിന്നെ ഇതിന് വേണ്ട വളങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മറ്റ് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ അടുക്കള വേസ്റ്റുകൾ, ഇത് ചെറിയ സ്ഥലം മാത്രമായതുകൊണ്ട് നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡ്രമ്മിലേക്ക് നിക്ഷേപിക്കുന്നു. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ചാണകവും എല്ലുപൊടിയൊക്കെ അതിലിട്ടാൽ നമുക്ക് നല്ല വളമായി കിട്ടും. അപ്പോൾ ആ വളം നമ്മൾ പിന്നെ നേർപ്പിച്ചുകൊണ്ട് ഓരോ ചെടിക്കും പിന്നെ ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിൻ്റെ 1-1.5 ലിറ്റർ ഈ സാധനം ഒഴിച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വളരെയധികം നല്ല റിസൾട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ അതേപോലെ നമുക്കൊരു മാനസിക സന്തോഷം, നമുക്ക് ഇവിടെ വന്ന് കയറി ഈ ടെറസിൽ നിൽക്കുമ്പോൾ രാവിലെ ഞാൻ 1-1.5 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കും. പണിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കും. അത് വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. അതേപോലെ പണി കയറി വൈകുന്നേരം വന്നാലും ഞാനും ഫാമിലിയൊക്കെ ഇവിടെ കയറി ഇവിടെ ഇരുന്ന് വളരെ സന്തോഷം പങ്കിടുന്നൊരു അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു മാനസിക ഉല്ലാസമാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം നമുക്കൊരു മനസ്സും വേണം, കൃത്യമായിട്ടുള്ളൊരു മനസ്സ് വേണം നമുക്കിത് ചെയ്യാനും. അതേപോലെ മഴക്കാലത്തൊക്കെ ഇപ്പോൾ കുറച്ച് ടെറസൊക്കെ വൃത്തിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതേപോലെ വെയിൽ പറ്റാത്ത ചെടികളൊക്കെ മാറ്റി പിന്നെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇലകളിലുള്ള പുഴുക്കളെ എടുത്ത് മാറ്റുക. അതേപോലെ കരിഞ്ഞ ഇലകൾ മാറ്റുക. ഈ നിലത്ത് വീഴുന്ന ഇലകളൊക്കെ എടുത്ത് ഡ്രമ്മിലേക്കൊക്കെ നിക്ഷേപിക്കുക. ഇവിടെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. കൂടുതൽ സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇത് 6 സെൻറ്റിലെ 800 സ്ക്വയർ ഫീറ്റിലെ ചെറിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഒരുപാട് സ്ഥലമുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ ഇടയിൽ. അവരൊക്കെ ഇങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ വെറുതെ ഇങ്ങനെ ഇട്ട് കളയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സുണ്ടായിട്ട് കൂടുതൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ലഹരിക്കൊക്കെ പുറകെ പോകുന്ന ആളുകളൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മുടെ തലമുറ നന്നാവും. അതേപോലെ നമുക്ക് ഇത് പിന്നെ വിഷമടിക്കാത്ത നല്ല രീതിയിലുള്ള ചെറിയ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരു കായ് ആണെങ്കിലും നമുക്ക് സന്തോഷത്തോടെ പറിച്ചു തിന്നാം. അതേപോലെ പച്ചക്കറികൾ ഞാനിപ്പോൾ ഒരു 3 മാസത്തിൻ്റെ അടുത്തായി റംസാൻ കാലത്താണ് ഒരു 200 ഗ്രാം മുളക് വാങ്ങിയത്. അതിൻ്റെ മുമ്പ് മുളക് ഉപയോഗിച്ചു, അന്ന് മുളക് തികയാത്തതുകൊണ്ട് ഒരു 200 ഗ്രാം മുളക് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഇതുവരെ 2-3 മാസമായാലും ഇപ്പോൾ പിന്നെ 2 മാസത്തോളമായി മുളക് വാങ്ങിയിട്ടേ ഇല്ല. തക്കാളി അത്യാവശ്യം വഴുതന ഇട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഒരു കൂടായാലും അതിലൊന്ന് നട്ടാൽ ഒരു മുളകുണ്ടായാലും അത്രയും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതുകൊണ്ട് വിഷരഹിത പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുകയും ചെയ്യാം. വൈകുന്നേരം രാവിലെയും വൈകുന്നേരവും നമുക്കൊരു മാനസിക ഉല്ലാസം കിട്ടുകയും ചെയ്യും. ഇതിന് എല്ലാവരും ശ്രമിക്കുക, അതാണ് എനിക്ക് പറയുന്നത്. അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും സിറാജിൻ്റെ മട്ടുപ്പാവ് കൃഷി ഒരു പ്രചോദനമാണ്. ഞാനും ഉപ്പച്ചിയും താത്തയൊക്കെ കൂടിയിട്ടാണ് ഈ കൃഷിയെ പരിചരിച്ച് കൊണ്ടുവന്നത്. എല്ലാവരും കൃഷിക്ക് മുന്നിട്ട് ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു പുതിയ തലമുറ ലഹരിക്കടിമയായി കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വിട്ടുമാറിക്കൊണ്ട് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രമിച്ചു നോക്കുക. വൈകുന്നേരങ്ങളിൽ ഞങ്ങളെപ്പോഴും
ടെറസിൽ വരാറുണ്ട്. വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഉപ്പച്ചിയെ കൃഷിയിൽ സഹായിക്കാറ് കൂടിയുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം ഈ ടെറസിലൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു കാര്യം ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരോടും ഞാൻ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറയാറുണ്ട്. അവരും ഇതേപോലെ കുട്ടി കുട്ടി കൃഷികൾ ചെയ്യുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. സിറാജിന്റെ മട്ടുപ്പാവ് ഒരു കൃഷിയിടം മാത്രമല്ല, ഒരു സന്ദേശവും കൂടിയാണ്. മനസ്സുണ്ടെങ്കിൽ ഏത് മട്ടുപ്പാവും ഒരു പച്ചപ്പിൻ്റെ സ്വർഗമാക്കാമെന്ന്. നമുക്കറിയാം എളുപ്പമല്ല ടെറസിലെ കൃഷി. പക്ഷേ അത് സിറാജ് കിങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയോടെയുള്ള പരിപാലനത്തിൽ 100 മേനി വിളയിച്ചെടുക്കുകയാണ് ഈ ഒരു മട്ടുപ്പാവിൽ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഏറെ പ്രശംസിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ട പിന്തുണകളൊക്കെ എല്ലാ കൃഷിഭവനും അതുപോലെ തന്നെ എല്ലാവരും തരണം. ഇത് എല്ലാവർക്കും ഒരു മാതൃകാ കൃഷിയിടം കൂടിയാണ്. നമ്മുടെ കുഞ്ഞു ടെറസുകൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കാർഷിക വിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടമാക്കി മാറ്റാം എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം. അപ്പോൾ പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു വ്യത്യസ്തമായ കൃഷിയിടം പരിചയപ്പെടുത്തി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.